സരസ്വതി മന്ത്രം മനുഷ്യരാശിയുടെ ഭാവങ്ങൾക്ക് ഭാഷ നൽകിയ ദേവിയെ സ്തുതിക്കാനാണ്. സരസ്വതി മന്ത്രം ജപിക്കുന്നത് നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താനും സാധ്യമായ എല്ലാ വിധത്തിലും നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ദേവതയാണ് സരസ്വതി. സരസ്വതി മന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ വളർച്ചയ്ക്കും വികാസത്തിനും തടസ്സമാകുന്ന ഏതു പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കാനാകുമെന്ന് പറയപ്പെടുന്നു. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ശക്തമായ ആശയവിനിമയ കഴിവുകൾ വികസിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. സരസ്വതി മന്ത്രം ജപിക്കാൻ ശുദ്ധവൃതിയോട് കൂടി ദേവിക്ക് ഇഷ്ടമായ വെള്ളയോ മഞ്ഞയോ നിറങ്ങൾ ഉള്ള വേഷങ്ങൾ ധരിച്ചു വേണം ഭജിക്കാൻ. ശുദ്ധമായ വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും പ്രതീകമായി ഇതിനെ കാണാം. സരസ്വതി ദേവിയുടെ ഒരു വിഗ്രഹത്തിനോ ചിത്രത്തിനോ മുന്നിൽ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിൽ ഇരുന്ന് വേണം സരസ്വതി മന്ത്രം ജപിക്കാന്. വിഗ്രഹം ഒരു വെള്ള തുണിയിൽ വയ്ക്കുകയും വെളുത്ത പൂക്കൾ അർപ്പിക്കുകയും ചെയ്യുക. ഇത് ദേവിയെ വളരെയധികം പ്രസാദിപ്പിക്കുന്നു. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദിർ ഭവതു മേ സദാ. ഈ മന്ത്രം 48 ദിവസം ജപിക്കുന്നത് വളരെ പ്രയോജനപ്രദമാണ്. കാരണം അത് നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും പഠിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ വികസിപ്പിക്കുകയും ചെയ്യും. ഇതിന് നിങ്ങളുടെ സംസാരശേഷി വർദ്ധിപ്പിക്കാനും നിങ്ങളെ കൂടുതൽ ബുദ്ധിമാനാക്കാനും കഴിയും. ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ ജ്ഞാനത്തിന്റെ സ്വതന്ത്രമായ ഒഴുക്ക് നിങ്ങൾക്ക് അനുഭവപ്പെടും. ആശയക്കുഴപ്പത്തിനുള്ള സാധ്യത ഇല്ലാതാക്കുകയും നിങ്ങൾക്ക് പഠനം എളുപ്പമാക്കുകയും ചെയ്യും. സരസ്വതി മന്ത്രത്തിന്റെ ശരിയായ പാരായണം വിദ്യാർത്ഥികൾക്ക് അവരുടെ മനഃപാഠശേഷി വർദ്ധിപ്പിക്കുകയും അവരുടെ ഏകാഗ്രത മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഇത് അവരുടെ പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സഹായിക്കും. സംസാര വൈകല്യമുള്ളവർക്ക് ഈ മന്ത്രം ചൊല്ലാം. ഇത് അവരുടെ സംസാരശേഷിയിൽ പുരോഗതി കൈവരിക്കും. നിങ്ങൾക്ക് മികച്ച ഫലങ്ങൾ ലഭിക്കണമെങ്കിൽ സരസ്വതി മന്ത്രം 108 തവണ ജപിക്കുക. പരീക്ഷയ്ക്ക് 1 മുതൽ 2 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജോലിയിൽ പൂർണ്ണമായ ഏകാഗ്രത ആവശ്യമുള്ളപ്പോഴെല്ലാം നിങ്ങൾക്ക് ഈ വേദമന്ത്രം ജപിക്കാം.